വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജവസ്ന സുബ്. ഇന്ന് ഞാൻ പുറത്തേക്ക് സെയിൽ ചെയ്യുന്ന രീതിയിൽ ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ ഈ രീതിയിലാണ് ഈ ഒരു ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാറുള്ളത്. 1 kg ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിന് ഞാൻ 430 രൂപയാണ് കേട്ടോ വാങ്ങാറുള്ളത്. നിങ്ങൾക്കും ഈ ഒരു ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് സെയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതൊരു പെർഫെക്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് 2 kg വെയിറ്റിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 കിലോ ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു മെഷർമെൻ്റ് ആണ് കേട്ടോ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 3 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്, 6 കോഴിമുട്ട, 1 കപ്പ് ക്യാരമൽ ഷുഗറും, 2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, 1 ടീസ്പൂണ് സിന്നമൺ പൗഡറും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, 1.5 കപ്പ് ഡേറ്റ്സ്, 1/4 കപ്പ് നട്ട്സ്, കാഷ്യൂ നട്ട്സാണ് എടുത്തിട്ടുള്ളത്, 1 കപ്പ് സൺഫ്ലവർ ഓയിലും എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മൈദപ്പൊടിയും അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, സിന്നമൺ പൗഡർ ഇത്രയും ഇട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിലേക്ക് പട്ട പൊടിച്ചത് എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇട്ട് കൊടുക്കണം കേട്ടോ. ആ ഒരു കേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളിതിലേക്ക് ക്യാരമൽ ഷുഗർ എടുത്തിട്ടുണ്ട്. അതിന് പകരം ക്യാരമൽ കളർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ക്യാരമൽ ഷുഗർ എടുത്ത ആ ഒരു കപ്പും കൂടി നിങ്ങൾ സാധാ ഷുഗർ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ 2 കപ്പ് ഷുഗർ എടുത്താൽ മതി. ക്യാരമൽ കളർ ചേർക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 1 കപ്പ് ക്യാരമൽ ഷുഗർ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു ക്യാരറ്റും ഡേറ്റ്സും കാഷ്യൂ നട്ടും കൂടി ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നമ്മളിപ്പോൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതിന്ന് ഒരു 3 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പം നിങ്ങളിത് സെയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഈ ഒരു കാഷ്യൂം നട്ട്സും ഒക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചിലരൊക്കെ ഈ ഒരു ഡേറ്റ്സിന് പകരം റൈസിൻസ് ഇല്ലേ, ആ ഒരു ബ്ലാക്ക് റൈസിൻസ് അത് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നട്ട്സും ഇഷ്ടമുള്ള രീതിക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ പുറത്തേക്ക് സെയിൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെഷർമെൻറ്റിൽ തന്നെ എടുക്കുക. അതുപോലെ തന്നെ ഞാനിതിലേക്ക് 1/4 കപ്പ് കാഷ്യൂ ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പോളം വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ക്യാരറ്റ് ഡേറ്റ്സ് കേക്കും പ്ലം കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്കുള്ള ഡേറ്റ്സും കാഷ്യൂ നട്ടൊക്കെ നമുക്ക് കട്ടിങ്സ് ആയിട്ട് വാങ്ങാൻ വേണ്ടി കിട്ടും. നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ഐറ്റംസൊക്കെ വാങ്ങുന്ന ഷോപ്പിൽ വാങ്ങാൻ വേണ്ടി കിട്ടും കേട്ടോ. അപ്പോൾ ബൾക്കായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് ആ ഒരു രീതിയിൽ വാങ്ങുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഇനിയിപ്പോൾ അതിലേക്കുള്ള കോഴിമുട്ടയും പഞ്ചസാരയും കൂടി ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മുഴുവനോടുള്ള പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് കുറച്ച് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഷുഗർ പൗഡർ ആണെങ്കിൽ ഒന്നിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ക്യാരമൽ ഷുഗർ ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കോഴിമുട്ടേൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ക്യാരമൽ കളർ ചേർക്കുന്നെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ക്യാരമൽ കളർ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ക്യാരറ്റ് കേക്കിന് കുറച്ചും കൂടിയും ഒരു ബ്രൗൺ കളറായിരിക്കും കേട്ടോ. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാനിവിടെ ക്യാരമൽ ഷുഗറാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1 കപ്പ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബട്ടർ ചേർത്ത് കൊടുക്കുന്നവർക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുക, മെൽറ്റ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ ചേർത്ത് കൊടുക്കുക. അപ്പം ഇന്ന് പുറത്തേക്ക് സെയിൽ ചെയ്യുന്ന ഒരു രീതിക്ക് ആകുമ്പോൾ നമ്മൾ ഓയിലല്ലേ അധികം യൂസ് ചെയ്യുക. അങ്ങനെ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ക്യാരറ്റും ഡേറ്റ്സൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു മിക്സ് കുറച്ചായിട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു കേക്കിലേക്ക് വൈറ്റ് ഷുഗർ അല്ലേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ബ്രൗൺ ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. നമ്മളെ ഈ ഒരു മിക്സിലേക്ക് ക്യാരറ്റ്, ഡേറ്റ്സ്, അതുപോലെ തന്നെ ഇതിലേക്കുള്ള ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് നേരം ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതൊന്ന് അതിലേക്ക് മിക്സായിട്ട് കിട്ടിയാൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് സ്പാച്ചിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താൽ മതി. ഞാൻ ഹാൻഡ് ബീറ്റർ വെച്ചിട്ടാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ചായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഒരുപാട് നേരം നമ്മൾ ഓവർ ബീറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ.
അപ്പം 2-3 പ്രാവശ്യമായിട്ടാണ് ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടിയും ഒന്ന് മിക്സ് ആയതിന് ശേഷം നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് ടിന്നിലാണോ ബേക്ക് ചെയ്തെടുക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 11 ഇഞ്ചിൻ്റെ സ്ക്വയർ മോൾഡിലാണ് കേട്ടോ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൽ ഞാനിതാ ഒന്ന് ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഒരു ബാറ്റർ ഇതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് അതിലുള്ള ആ ഒരു എയർ ബബിൾസൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് എന്താണോ ഡെക്കറേഷൻ ഇട്ട് കൊടുക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. അധിക പേരും ഈ ഒരു ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിന് ഇതിൻ്റെ മുകളിലായിട്ട് കാഷ്യൂസൊക്കെയാണ് ഇട്ട് കൊടുക്കാറുള്ളത്. ഞാൻ കുറച്ച് ബദാമും അതുപോലെ തന്നെ കുറച്ച് പംകിൻ സീഡും സൺഫ്ലവർ സീഡൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഞാൻ വീട്ടിലെ ആവശ്യത്തിന് ഉണ്ടാക്കിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കുന്നത്. ഇനി നിങ്ങൾ പുറത്തേക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നതെങ്കിൽ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു രീതിയിൽ അത്യാവശ്യം നല്ലോണം നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ പുറത്തേക്ക് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. എന്നാലും നമ്മൾ ചിലപ്പോൾ അത് കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ 160 ഡിഗ്രിയിൽ എനിക്കൊരു 40 മിനിറ്റോളം വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇത് ബേക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്ലം കേക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ ഈ ഒരു ക്യാരറ്റ് ഡേറ്റ്സ് കേക്കും ഏകദേശം ഒരു 160 ഡിഗ്രി ആ ഒരു ടെമ്പറേച്ചറിൽ വേണം വെച്ചിട്ട് നമ്മളിത് ബേക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്ന സമയത്ത് ആ ഒരു എല്ലാം ഒരേപോലെ വരുന്ന രീതിക്ക് വേണം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് പീസാക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കേക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്തോ കേട്ടോ. ഫ്ലോപ്പ് ആവില്ല. ഈ ഒരു കേക്ക് പീസാക്കിയിട്ടാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ സ്ക്വയർ മോൾഡിൽ ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പം 1/2 kg 1 kg ഒക്കെ ചിലവർക്ക് ആ ഒരു രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ റൗണ്ട് മോൾഡിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് 2 kg വെയിറ്റ് വരുന്നതാണ്. നിങ്ങൾക്ക് 1 kgയിലുള്ള കേക്കാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ ഇതിൻ്റെ പകുതിയായിട്ട് ഓരോ ഇൻഗ്രീഡിയൻസും എടുത്താൽ മതി കേട്ടോ. അപ്പം ഇത്രയുള്ള എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. എപ്പോഴും നമ്മൾ ഈ ഒരു ക്യാരറ്റ് കേക്കും അതുപോലെ തന്നെ പ്ലം കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഓവൻ്റെ ചൂട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കൂടി പോയിട്ടുണ്ടെങ്കിൽ പുറം ഭാഗം കരിഞ്ഞു പോകും, ഉൾവശം വെന്ത് കിട്ടൂല കേട്ടോ. അതുകൊണ്ട് എപ്പോഴും ഹീറ്റ് കുറച്ച് വെച്ചിട്ട് തന്നെ ബേക്ക് ചെയ്തിട്ട് എടുക്കുക. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ആ ഒരു ക്യാരറ്റും ഡേറ്റ്സും നട്ട്സൊക്കെ ഉണ്ടല്ലോ, ആ ഒരു മിക്സിലേക്ക് ഒരു 2-3 ടീസ്പൂണ് നമ്മൾ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ബാറ്ററിലേക്ക് അത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് താഴ്ന്നു പോകില്ല കേട്ടോ. അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.